ട്രക്കുമായി കൂട്ടിയിടിച്ച് സ്ലീപ്പർ ബസ് കത്തിയമർന്നു. 8 പേർ മരിച്ചു, 22 പേർക്ക് ഗുരുതര പരിക്ക്. രാജസ്ഥാനിലെ ദൗസ ജില്ലയിലാണ് ദുരന്തം. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ ഋഷികേശിൽ നിന്ന് മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ സ്ലീപ്പർ ബസ്സാണ് അമിത വേഗതയിൽ സഞ്ചരിക്കുന്നതിനിടെ ട്രക്കിന്റെ പിന്നിലിടിച്ച് തകർന്നത്. 37 യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിൽ മറിഞ്ഞതോടെ ഇരു വാഹനങ്ങൾക്കും തീപിടിക്കുകയായിരുന്നു. യാത്രക്കാരിൽ പലരും ഉറക്കമായിരുന്നതിനാലാണ് പലർക്കും രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദുരന്തത്തിനിരയായത്. അമിതവേഗം തന്നെയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ബസ്സിൽ സിഗരറ്റ് പാക്കറ്റുകൾ നിറയെ ഉണ്ടായിരുന്നുവെന്നും ഇത് തീ വലിയ തോതിൽ പടരാൻ കാരണമായെന്നും രക്ഷാപ്രവർത്തകർ പറയുന്നു. രക്ഷാപ്രവർത്തനം വൈകിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. देखिए, ग्राउंड जीरो पर हम पहुंच चुके हैं और यहाँ पर अभी भी जो है सर्च अभियान चल रहा है और बहुत बुरी कंडीशन है। बस आप देख सकते हैं पूरी तरह से जल करके स्वाहा हो चुकी है, टायर तक नहीं बचे हैं और सीट से लेकर के तमाम चीजें यहाँ पर इतने खतरनाक तरीके से जल चुकी हैं जिसमें चीजों को पहचानना, आइडेंटिफाई करना बड़ा मुश्किल है। और हादसे का जो इम्पैक्ट और भीषण जो असर है आप देख सकते हैं कि पूरी बॉडी जो है गल चुकी है, बस के इवन लोहा तक मुड़ चुका है, इतना हीट और टेम्परेचर अंदर रहा है। और तमाम जो चीजें हैं यहाँ पर आप देख सकते हैं कि खंगाली जा रही है और कुछ जो यात्री हैं उनके परिजन अभी भी मिसिंग है। वो ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.